ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. ജയ് രാധാ മാധവ ജയ് കുഞ്ച ബിഹാരി, ജയ് രാധാ മാധവ जय कुंज बिहारी, जय गोपी जन वल्लभ, जय गोपी जन वल्लभ, जय गिरिवरधारी. यशोदानंदन ब्रज जन रंजन, यशोदानंदन ब्रज जन रंजन, यशोदानंदन ब्रज जन रंजन, यशोदानंदन ब्रज जन रंजन. यमुना तीरावनचारी, यमुना तीरावनचारी, जय कुंज बिहारी, जय कुंज बिहारी. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. അല്ല പിന്നോട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണ മൂകം കരോതി വാചാലം പങ്കും ലങ്കായ, മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം ധീരയേത്. ഇഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മമ ജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയംഭൂതദാമിനം ദാമി സ്മൃതാന്തികം വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സകലലളിതാ ശ്രീവിശാഖാന്വിതം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനെ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരഗദാദാംതായ നഗരഗ്രാമ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതീ നാമിനെ ശ്രീപാർഷവാനുവി ദേവി ദയിതായ കൃപാബ്ദേ കൃഷ്ണ സംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീ ഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗ ബിരുദാവ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രലംബര സാംഭൂതേ പാദാംബുജായ ദേവം. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തിസ്വരൂപായ ഭഗവാനി ഗൗരായ തേ. ഗൗരാവിർഭാവ ഭൂമിസ്ഥം നിർദ്ദേശ സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീ ജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായ തേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനി ഗൗരദ്വിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിം.
हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते जयदां सुरदो भंगोर्मम मन्दमतेर्गति मत्सर्वस्व पादाम्बुजौ राधा मदनमोहनो दिव्यवृन्दारण्यकल्पद्रुमदा श्रीमद्रत्नागार सिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो प्रेष्ठालभ्य सेव्यमानो स्मरामि श्रीमन्रासरसारम्भी वंशीवरत्तरस्थिता कर्षन्वेनुस्वनेर्गोपीर्गोपीनाथ श्रीस्तुना तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासदि गौरभक्त हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे भोगं करोति वाचालं भंगं लङ्कायिते यत्कृपातमं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यदेवं हरेषां क आरम्भिക്കാം. ശ്രീമദ് ഭാഗവത്തിലെ മൂന്നാമത്തെ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം 20-ാമത്തെ ശ്ലോകമാണ്. ഇന്നലെ നമ്മൾ ഇവിടം വരെയാണ് ചർച്ച ചെയ്തത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത കാര്യമാണ്. മാന്ദവ്യശാപാത് ഭഗവാൻ പ്രജാ സംയമനോ യമ ഭ്രാതുക്ഷേത്രേ ഭുജശ്യായം ജാത സത്യവതി സുതാത്. അന്നേരം വിതുരരെ കണ്ടിട്ട് വിതുരർ മൈത്രേയ ഋഷിയെടുത്ത് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. അന്നേരം വിതുരർ പറയുകയാണ്, വിതുരരോട് മൈത്രേയ ഋഷി പറയാണ്, എനിക്കറിയാം അങ്ങ് സാക്ഷാൽ യമരാജനാണ്. മാന്ദവ്യ ഋഷിയുടെ ശാപത്താൽ അങ്ങ് വിതുരനായിട്ട് ജനിച്ചിരിക്കുകയാണ്. അങ്ങ് എല്ലാവരെയും നിയന്ത്രിക്കുന്ന സാക്ഷാൽ യമരാജനാണ് എന്ന് പറയുകയാണ്. സത്യവതി പുത്രനായിട്ട്, സത്യവതിയുടെ മകനായ വ്യാസമഹർഷിയുടെ പുത്രനായിട്ട് അങ്ങ് ജനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഭവാൻ ഭഗവതോ നിത്യം സമ്മതാ സാനുഗസ്യ യസ്യ ജ്ഞാനോപദേശമദീശത് ഭഗവാൻ പ്രജാൻ. അങ്ങ് ഭഗവാന്റെ ഒരു നിത്യ പാർഷദനാണ്. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് വേണ്ടിയാണ് എന്നോട് ഈ കാരുണ്യം കാണിച്ചത്. അതായത് മൈത്രേയ ഋഷി പറയുകയാണ്, എനിക്ക് വേണ്ടി എനിക്കിത് പറഞ്ഞു നൽകിയത് തന്നെ അങ്ങ് വരുമെന്ന് അറിഞ്ഞിട്ടാണ്. അങ്ങ് ഭഗവാന്റെ നിത്യപാർഷദനാണ്. നിത്യപാർഷദൻ കാരണം യമരാജനാണ്. അതുകൂടാതെ ഭഗവാന്റെ ഉത്തമ ഭക്തനാണ്. 12 മഹാജനങ്ങൾ എന്നുണ്ട് ഭഗവാന്റെ ഏറ്റവും ഉത്തമ 12 ഭക്തര്. അന്നേരം മഹാജനങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാജനോ യേന ഗത പന്ഥ, അതായത് മഹാജനോ യേന ഗതസ്യ പന്ഥ, അതായത് ആ ഒരു വ്യക്തികളെ നമുക്ക് പിന്തുടരാൻ പറ്റും. ഭീഷ്മ പിതാമഹൻ, പ്രഹ്ലാദൻ, ധ്രുവൻ, മഹാദേവൻ, അങ്ങനെ ആ ഒരു വിരക്തിയോടുകൂടിയുള്ള ഒരു ഭക്തി, യഥാർത്ഥ ഭക്തി. എന്നാൽ അതിലൊരാളാണ് യമരാജൻ. ഇത് അജാമിള മോക്ഷത്തില് നമ്മുടെ യമരാജൻ തന്നെ യമകിങ്കരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്നാലും ഇവിടെ പറയുന്നു, അങ്ങ് ഭഗവാന്റെ നിത്യഭക്തനാണ്, നിത്യപർഷദനാണ്, ഭഗവാന്റെ കൂട്ടത്തിലാണ്, എപ്പോഴും അങ്ങ് ഭഗവാന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങേക്ക് വേണ്ടി തന്നെയാണ് ഭഗവാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നൽകിയിരിക്കുന്നത്. കാരണം ഇനി മുന്നോട്ട് അങ്ങ് എന്റെ മുമ്പിൽ വരും, അങ്ങ് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വരുമെന്നറിയാം. അതിനുവേണ്ടിയാണ് ഭഗവാൻ എനിക്ക് ഇതൊക്കെ പറഞ്ഞു നൽകിയെന്ന് പറയാം. അഥാതേ ഭഗവത് ലീല യോഗമായോരുബ്രഹ്മിത വിശ്വസ്ഥിതി ഉദ്ഭവാന്തരാർത്ഥ വർണ്ണയാമി അനുപൂർവശ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങേക്ക് ഭഗവാന്റെ ലീലകളൊക്കെ പറഞ്ഞു നൽകാം. അദ്ദേഹത്തിന്റെ അതീന്ദ്രിയമായിട്ടുള്ള ലീല, സൃഷ്ടിയെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും സംഹാരത്തെക്കുറിച്ചും അതെങ്ങനെയാണോ ഒന്നിന്റെ പുറകെ നടന്നത് അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കാമെന്ന് പറയുന്നു. ഭഗവാൻ ഏകാസേദം അഗ്രാത്മാത്മനം വിഭോ ആത്മേച്ഛ അനുഗതോ ആത്മാ നാനാമതി ഉപലക്ഷണ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ, പരമോന്നതനായിട്ടുള്ള ഭഗവാൻ, എല്ലാ ജീവാത്മാക്കളുടെയും സ്വാമി, സൃഷ്ടിക്ക് മുമ്പേയും രണ്ടാമതൊരാളില്ല, അദ്ദേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ, സ്വന്തം തീരുമാനപ്രകാരമാണ് ഈ സൃഷ്ടി നടന്നത്.
അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഇതെല്ലാം വീണ്ടും ലയിക്കുന്നത്. ഇതേ പരമോന്നതനായിട്ടുള്ള ഭഗവാനെ പല പല നാമങ്ങളിൽ നമ്മൾ അറിയപ്പെടുന്നു. അതാണ് ആദ്യം പറയുന്നത്. അന്നേരം സൃഷ്ടിയുടെ തുടക്കത്തിൽ ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് ഭഗവാൻ. സൃഷ്ടിയുടെ പരിപാലനം ചെയ്യുമ്പോഴും അതും ഭഗവാൻ തന്നെ. ഇനി എല്ലാം തീരുന്നതും എല്ലാം ലയിക്കുന്നതും അതും ആരിലാണ്? അതേ ഗുരുവായൂരപ്പൻ. സവാ ഏഷ തദാ ദൃഷ്ട ന പശ്യാത് ദൃശ്യമേകരാത് മേനേ ശാന്തം വിവാത്മാനം സുപ്തശക്തി അസുപ്തദ്രൈ. ഭഗവാൻ, അദ്ദേഹത്തിന് ഒരു എതിരാളിയില്ല. എതിരാളി ഇല്ലാതെ എല്ലാത്തിന്റെയും ഉടമസ്ഥനാണ് ഭഗവാൻ. നമ്മൾ ഓരോരോ കാര്യത്തിന്റെ നമ്മുടെ അധീനതയിൽ വെക്കും. ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി തന്നെ നമ്മൾ കുറെ കഷ്ടപ്പെടും. ഇപ്പൊ ഒരു രാഷ്ട്രീയത്തിലാണെങ്കിൽ തന്നെ ഒരു മന്ത്രിയാകണമെങ്കിൽ കുറെ തിരുമറികളൊക്കെ ചെയ്തിട്ടായിരിക്കും ഒരു ദിവസം മന്ത്രിയാവുന്നത്. പക്ഷെ ആ സ്ഥാനത്ത് ഉറച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല, ആരെങ്കിലും ഒക്കെ വരും. ദേവലോകത്തും അതേപോലെയാണ്. ദേവേന്ദ്രന്റെ പദവിക്ക് പോലും എതിരാളികൾ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. എതിരാളികളില്ലാതെ ഒരേ ഒരു സ്വാമി, ഒരേ ഒരു ഉടയോൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ. അദ്ദേഹം മാത്രമേ ഈ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇത് എന്താ ഉദ്ദേശിക്കുന്ന? വൈകുണ്ഠ ലോകങ്ങളെയല്ല, ഈ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇവിടുത്തെ പശ്ചാത്തലം വൈകുണ്ഠ ലോകങ്ങളല്ല. വൈകുണ്ഠ ലോകത്തിൽ എപ്പോഴും ഭഗവാനും ഭഗവാന്റെ ഭക്തരും ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന ആ ഒരു ഭാഗം ഏതാണ്? ഭൗതിക ലോകത്തിന്റെ തുടക്കത്തിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ പറയുന്നു, ഈ കാണുന്ന ഭൗതിക പ്രകൃതിയൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു. അന്നേരം ഭഗവാന് ആ ഒരു അപൂർണത അനുഭവപ്പെട്ടു. ഭഗവാൻ പരിപൂർണനാണ്, പക്ഷെ സൃഷ്ടി മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ അതിനുവേണ്ടി. കാരണം ജീവാത്മാക്കൾ ആഗ്രഹിക്കുന്നു അവരുടേതായിട്ടുള്ള ഭൗതിക ആഗ്രഹങ്ങൾ. കാരണം ഞാനിത് സത്സംഗത്തിൽ പല പ്രാവശ്യം പറഞ്ഞു, ഭഗവാന്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഭഗവാൻ നമ്മളെ മനഃപൂർവ്വം നിർബന്ധിപ്പിച്ച് ഈ സൃഷ്ടിയിൽ കൊണ്ടുവരുന്നു എന്നല്ല. നമ്മുടെ ഉള്ളിൽ ഭഗവാനിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ഒരു ആഗ്രഹം, ഭഗവാൻ ഇല്ലാത്ത ഒരു ലോകം ആസ്വദിക്കാനും നമ്മുടെ അധീനതയിലാക്കാനും നമുക്ക് വലിയ ആഗ്രഹം. അങ്ങനെയുള്ള ജീവാത്മാക്കൾ, അതായത് ഭഗവാനിൽ നിന്നും ഭിന്നമായിട്ട് ചിന്തിക്കുന്ന ഒരു ത്വര, ഒരു പ്രവണതയുള്ള വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ ഭൗതിക പ്രകൃതി. അതായത് അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അത് ഭഗവാൻ അനുവദിച്ചെങ്കിൽ മാത്രമേ, അതായത് അതിന് സമ്മതം, ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, ശരി ഞാൻ സമ്മതിക്കുന്നു എന്ന് ഭഗവാൻ പറയാതെ നമുക്ക് ഒരിക്കലും ഈ ഒരു പ്രപഞ്ചത്തിൽ വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഭഗവാന്റെ ഇഷ്ടപ്രകാരമാണ് സൃഷ്ടി നടക്കുന്നത്. അത് പരിപാലനം ചെയ്യുന്നതും ഭഗവാൻ അതിനെ വീണ്ടും തിരിച്ചു പിടിക്കുന്നതും അതിനു വേണ്ടിയാണ്. എന്തുകൊണ്ട് തിരിച്ചു പിടിക്കുന്നു? നമുക്ക് ആസ്വദിക്കാനുള്ള ആ ഒരു അവസരം എല്ലാം തീർന്നു, പക്ഷെ ആഗ്രഹം തീർന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ആസ്വദിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, പല പല ആസ്വാദനത്തിൽ ഏർപ്പെടുന്നു. പക്ഷെ ഈ ശരീരത്തിന്റെ ക്ഷമത നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം ശരീരത്തിന്റെ ക്ഷമത തീരുമ്പോൾ ആഗ്രഹം തീർന്നിട്ടില്ല. വൃദ്ധാവസ്ഥയിൽ എത്തുമ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല. അന്നേരം ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി വീണ്ടും മരണം എന്ന് പറയുന്ന ഒരു സംഭവം വന്നേ പറ്റൂ. കാരണം ഈ ശരീരം നശിച്ചിട്ട് പുതിയൊരു ശരീരത്തിലേക്ക്, കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ലല്ലോ. പക്ഷെ ശരീരം അതിനൊത്ത് നിൽക്കുന്നില്ല, കാരണം ശരീരം യാഥാർത്ഥ്യമല്ല. അതുകൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ടു പോകാനും പറ്റില്ല. കാരണം എന്താ? അത് സത്വമല്ല, അസത്താണത്, നശിക്കേണ്ടതാണ്. കാരണം ആത്മാവിന് മാത്രമേ ഉള്ളൂ നാശമില്ലാത്തത്. അന്നേരം നമ്മൾ ഭഗവാന്റെ കൂട്ടത്തിൽ, ഭഗവാന്റെ ലോകത്തിരുന്നാൽ നാശമില്ല. അവിടെ എന്നും സന്തോഷിച്ച് സുഖിച്ചിരിക്കാം. പക്ഷേ നമുക്ക് ഭഗവാനിൽ നിന്നും അകന്നൊരു ആസ്വാദനം വേണം. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇപ്പോ പ്രഭുപാദ്ജി എപ്പോഴും നൽകുന്ന ഒരു ഉദാഹരണമാണ്, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ കൈ. അന്നേരം കൈ സ്വയം ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, കൈയിന് പ്രത്യേക ജീവനില്ല, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ്. പക്ഷെ കൈ പ്രത്യേകിച്ച് ജീവനുണ്ടെന്ന് ഇരിക്കട്ടെ, കൈ ഈ ശരീരത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് കൈ ആഗ്രഹിക്കുന്നു, ഇനി മുതൽ ഈ ശരീരത്തിന്റെ ഭാഗമായി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, കൈക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ജീവിതം വേണമെന്ന് പറയുമ്പോൾ കൈ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കൈക്ക് പ്രത്യേക അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. പക്ഷെ കൈ ആഗ്രഹിക്കുന്നു, ഈ ശരീരത്തിലെ ആ വ്യക്തി എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് എനിക്കും ഭക്ഷണം കഴിക്കണം. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷെ കൈക്ക് ആഗ്രഹമുണ്ട് ഭക്ഷണം കഴിക്കാൻ. അന്നേരം പിന്നെ എന്ത് ചെയ്യാം? കൈക്ക് നമ്മുടെ ഈ കൈപ്പത്തിയിൽ ഒരു വായൊക്കെ വരയ്ക്കാം, കണ്ണു വരയ്ക്കാം, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതായിട്ട് നമുക്കൊരു തോന്നൽ തരാം. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും എന്താ പറയുന്ന ഒരു നിരർത്ഥകമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ കൈ ഈ ശരീരത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. പക്ഷെ ഈ കൈ ശരീരത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കൈക്ക് ഒരു അസ്തിത്വം ഇല്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന അതേപോലെ നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ പാർഷദരാണ്. അങ്ങനെയാണ് ഭഗവാന്റെ സേവനം ചെയ്തിരിക്കേണ്ടവരാണ് നമ്മൾ. പക്ഷെ അതൊഴിച്ച് നമ്മൾ ബാക്കി എന്ത് ചെയ്താലും അതൊന്നും നമ്മളെ ഒരിക്കലും സഹായിക്കത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഭഗവാൻ എന്ത് ചെയ്തു? ജീവാത്മാക്കൾക്ക് അവരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി അവസരം നൽകാൻ ശ്രമിച്ചു. അന്നേരം ആ ഭൗതിക ശക്തി ആ ബീജാവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. ആധ്യാത്മിക ശക്തി എപ്പോഴും ഭഗവാന്റെ കൂട്ടത്തിലുണ്ട്. അതിവിടെ പറയുന്നു. സവാ ഏതസ്യ സംദ്രഷ്ടു ശക്തി സദ് അസദ് ആത്മിക മായാ നാമ മഹാഭാഗ യേദം നിർമ്മമേ വിഭോ. ഇവിടെ പറയുന്നു ഭഗവാനാണ് എല്ലാത്തിന്റെയും ദൃഷ്ടാവ്, ഉപദ്രഷ്ടാവ്. എന്നിട്ട് ഭൗതിക ശക്തി അതാണ് നമ്മൾ വിഷയം. അതായത് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അന്നേരം ഈ സൃഷ്ടിയുടെ കാരണവും അതിന്റെ ഫലവും ഇത് രണ്ടും ഈ ഭൗതിക സൃഷ്ടിയിലുള്ളതെല്ലാം ഭഗവാനും പ്രകൃതിയും കൂടെയാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ കണ്ണിൽ കൂടെ കാണുന്നു, പക്ഷെ നമ്മളല്ല ആക്ച്വലി കാണുന്നത്, പരമാത്മാവാണ് കാണുന്നത്. എന്നിട്ട് പരമാത്മാവ് കാണുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. അപ്പൊ കൈവച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ പിടിക്കുന്നു, പക്ഷെ നമ്മളല്ല പിടിക്കുന്നത്, ഭഗവാനാണ് ഈ കൈയെ പ്രവർത്തിപ്പിക്കുന്നത്. കാരണം ആത്മാവിന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കൈ ശരീരത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ കൈക്ക് പരിപൂർണതയുള്ളൂ, അല്ലെങ്കിൽ ആ കൈ നിരർത്ഥകമാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇത് നമ്മുടെ ശക്തിയല്ല. നമ്മൾ ഭഗവാനെ ആശ്രയിച്ചിരിക്കേണ്ടവരാണ്. അന്നേരം ആശ്രിതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭഗവാന്റെ അധീനതയിലായിരിക്കും. പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കണം, ഈ ശരീരത്തെ നിയന്ത്രിക്കണമെന്ന്. അന്നേരം ഭഗവാനാണ് യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലെ ഓരോ കാഴ്ചകളും യഥാർത്ഥത്തിൽ കാണുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ, ഭഗവാൻ ആയിരക്കണക്കിന് തലകളും കണ്ണുകളും മൂക്കും വിശ്വരൂപത്തിൽ. എന്തുകൊണ്ട്? കാരണം ഇതൊന്നും നമ്മുടെ കാഴ്ചകളല്ല. നമ്മളല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്നതും ഭഗവാൻ, കണ്ടുകൊണ്ടിരിക്കുന്നതും ഭഗവാന്റെ ഭൗതിക ശക്തി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഈ ശരീരത്തിനകത്ത് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ ഈ ശരീരത്തിനകത്ത് ഇരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ഭഗവാൻ ത്രിഗുണങ്ങളുടെ അധീനതയിൽ, ത്രിഗുണങ്ങളെ കൊണ്ടാണ് ഭഗവാൻ ഈ ശരീരത്തെയും പ്രകൃതിയും പ്രവർത്തിപ്പിക്കുന്നത്. ഇവിടെ അടുത്ത പറയുന്നു, ഏറ്റവും ഭാഗ്യശാലിയായിട്ടുള്ള വിധുരരെ, ഈ ഭഗവാന്റെ ഭൗതിക ശക്തിയാണ് മായ എന്ന് പറയുന്നത്. ആ മായാശക്തിയാലാണ് ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് ഭഗവാൻ, പ്രവർത്തിക്കുന്നത് മായ. വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയുന്നതുകൊണ്ട് പറയുകയല്ല, ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഭാഗവതം ചർച്ച ചെയ്യുന്നത്. പുതിയ ആൾക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇത്രയും സിമ്പിളായിട്ടൊരു ഭാഗവതം നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മലയാളത്തിൽ. ഞാൻ പറയുന്നതുകൊണ്ടല്ല, അത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താൽ നമുക്ക് ഈ ഒരു അവസരം ലഭിക്കുകയാണ്. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും. അന്നേരം മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരാളെ പ്രവർത്തിക്കുന്നുള്ളൂ. അതായത് എല്ലാ കൈകളിലൂടെയും എല്ലാ കാലുകളിലൂടെയും പ്രവർത്തിക്കുന്നത് ഭഗവാൻ മാത്രമാണ്. ഭഗവാൻ മാത്രമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൈകളും അദ്ദേഹത്തിന്റെ കൈകളാണ്, എല്ലാ കണ്ണുകളും അദ്ദേഹത്തിന്റെ കണ്ണുകളാണ്, എല്ലാ കാലുകളും അദ്ദേഹത്തിന്റെ കാലുകളാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും ശരീര അവയവങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് ഗുരുവായൂരപ്പനാണ്. പക്ഷെ എല്ലാം ചെയ്യുന്നത് അദ്ദേഹം മാത്രം. നമ്മളും കൈകൾ കൊണ്ടും കാരണം വളരെ സിമ്പിളാണ്. നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൂടുതലും, അല്ലേ? ഞാനിപ്പോ സംസാരിക്കുന്നതിന്റെ ഇടയിലും കണ്ണടയ്ക്കുന്നു,
ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, എൻ്റെ കൈ ഇവിടെ പിടിച്ചിരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് ബോധവാനല്ല, ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എത്ര ബോധപൂർവ്വം ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മളല്ല അത് ചെയ്യുന്നത്, നമ്മൾ മനസ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ മനസ്സെന്ന് പറയുന്നത് നമ്മളല്ല, മനസ്സാണ് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ. ആ മനസ്സിന്റെ ആധാരവും ഗുരുവായൂരപ്പൻ തന്നെയാണ്. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം. അന്നേരം നമ്മൾ ആത്മാവ് ഒന്നും ചെയ്യാതെ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് തോന്നുന്നു എല്ലാം നമ്മളാണ് ചെയ്യുന്നത്. അതാണ് ഈ മായ എന്ന് പറയുന്നത്. എന്തല്ല അതാണെന്ന് തോന്നും, എന്ത് ആണ് അത് അല്ലെന്ന് തോന്നും. ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, എന്താ പറയാ, സൂത്രേ മണിഗണ ഇവ എന്ന് പറയുന്ന പോലെ മതപരതനം ന അന്യത്, ഞാനല്ലാതെ ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ വേറൊന്നും ഇല്ല എന്ന് ഭഗവാൻ പറയുന്നു. ഇങ്ങനെ ഒരു മുത്തുമാലയിൽ എങ്ങനെയാണോ മുത്തുമണികൾ കോർത്തു വെച്ചിരിക്കുന്ന ഒരു നൂലിനകത്ത്, അതേപോലെ നമ്മളെ എല്ലാം കോർത്തു വെച്ചിരിക്കുകയാണ് ഭഗവാൻ. പക്ഷെ ഇതിന്റെ കോർത്തു വെച്ചിരിക്കുന്ന ആ നൂലെന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ധം എന്ന് പറഞ്ഞ് തീരും. കാലവൃത്യാതുമായാം ഗുണമായം അദോക്ഷജ പുരുഷേനാത്മഭൂതേന വീര്യം ആദത്ത വീര്യവാൻ. അന്നേരം അതീന്ദ്രിയനായി ആ പരമപുരുഷനായിട്ട് ഭഗവാൻ, അത് ഭഗവാന്റെ ഒരു വിസ്തരണമാണെന്ന് പറയുന്നു. ഭഗവാനാണ് ഈ പ്രകൃതിയെ ഗർഭവതിയാക്കുന്നത് എന്ന് പറയുന്നു. ത്രിഗുണങ്ങളാൽ ഇരിക്കുന്ന ത്രിഗുണങ്ങളാണ് ഈ പ്രകൃതിയുടെ ആധാരം. അന്നേരം ഭഗവാനാണ് ഈ പ്രകൃതിയെ ജീവാത്മാക്കളെ കൊണ്ട് നിറയ്ക്കുന്നത്. എന്നിട്ട് ആ ഭഗവാൻ നോക്കുന്ന സമയത്ത് കാലശക്തിയുടെ നിയന്ത്രണത്തിലാകും എന്ന് പറയുന്നു. ഇത് കുറച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ട്, നമുക്കത് പറയാം എന്താണെന്ന്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, സൃഷ്ടിയുടെ തുടക്കത്തിൽ കാരണോദകശായ വിഷ്ണു ഭൗതിക പ്രകൃതി, ത്രിഗുണങ്ങൾ അടങ്ങുന്ന ഭൗതിക പ്രകൃതി നിശ്ചലമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ഭഗവാൻ ആ പ്രകൃതിയെ നോക്കുകയാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഹാവിഷ്ണു കാരണജലത്തിൽ എല്ലാ സൃഷ്ടിയുടെയും തുടക്കത്തിലുള്ള ആധാരം. അന്നേരം ആ കാരണപുരുഷൻ ഭഗവാന്റെ ചെറിയൊരു അംശമാണ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ബലരാമസ്വാമി വരുന്നു, ബലരാമസ്വാമിയിൽ നിന്ന് പ്രദ്യുമ്ന, അനിരുദ്ധ, വാസുദേവ, സംഘർഷണിൽ നിന്ന് നാരായണൻ വരുന്നു, നാരായണനിൽ നിന്ന് വീണ്ടും പ്രദ്യുമ്ന, അനിരുദ്ധ, വാസുദേവ, സംഘർഷണൻ. ഈ സംഘർഷണയാണ് മഹാസംഘർഷൻ എന്ന് പറയുന്നത്. ഈ മഹാസംഘർഷനിൽ നിന്നാണ് സദാശിവനും വരുന്നത്, മഹാവിഷ്ണുവും വരുന്നത്. അന്നേരം ഈ മഹാവിഷ്ണു, കാരണോദകശായ വിഷ്ണു, കാരണജലത്തിൽ ശയിക്കുന്ന ഭഗവാൻ, ആ ഭഗവാൻ തുടക്കത്തിൽ ഏറ്റവും ആദ്യ സമയം, സൃഷ്ടിയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ആദ്യത്തെ സമയത്തിൽ, അതാണ് ഇവിടെ പറയുന്നത്, ഭഗവാനിൽ നിന്ന് വരുന്ന ആ ഭിന്ന പ്രകൃതി അകന്നു നിൽക്കുകയാണ്, മായാശക്തി. അതിൽ രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് ഭഗവാനും മായാശക്തി. ഇതല്ലാതെ ഈ ലോകത്തൊന്നുമില്ല. അന്നേരം ഭഗവാൻ ഇങ്ങനെ ആ മായാശക്തിയെ നോക്കുന്നു. അന്നേരം ആ മായാശക്തിയിൽ എന്തൊക്കെയാ ഉള്ളത്? സത്വഗുണം, രജോഗുണം, തമോഗുണം. ഇത് മൂന്നേ ഉള്ളൂ. പക്ഷെ ഇത് മൂന്നും ഒന്നിച്ചിരിക്കുന്ന അവസ്ഥയില, വേറിട്ട് നിൽക്കുകയല്ല, ഒറ്റ അവസ്ഥയിൽ ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അന്നേരം സത്വഗുണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കണ്ണുകൾ, ചെവി, മൂക്ക്, നാക്ക്, ഇതെല്ലാം ത്രിഗുണങ്ങളാണ്. പ്രധാനമായിട്ടും ശരീര അവയവങ്ങൾ എന്ന് പറയുന്നത്, ശരീരം എന്ന് പറയുന്നത് തമോ ഗുണം, ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് രജോ ഗുണത്തിലുമാണ്. ഇത് നമ്മൾ പഠിച്ചു. സത്വഗുണത്തിലാണ് മനസ്സ് വരുന്നതും അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ പഠിച്ചു. ഇന്ദ്രിയ വിഷയങ്ങൾ വരുന്നത് തമോ ഗുണത്തിലാണ്, തന്മാത്രകൾ എന്ന് പറയും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അന്നേരം പഞ്ചഭൂതവും ഇന്ദ്രിയ വിഷയങ്ങളും വരുന്നത് തമോ ഗുണത്തിലാണ്. അന്നേരം രജോ ഗുണത്തിലാണ് ഇന്ദ്രിയങ്ങൾ വരുന്നത്, സത്വഗുണത്തിലാണ് മനസ്സും. അന്നേരം മനസ്സാണ് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. അന്നേരം ആ മനസ്സ് സത്വഗുണത്തിലാണ് നമ്മുടെ. അന്നേരം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാരം എന്ന് പറയുന്ന ഭഗവാൻ, പിന്നെ ഭഗവാന്റെ തന്നെ മായാശക്തി ഒന്ന് നോക്കുകയാണ്. അന്നേരം ആ നോക്കുന്ന സമയത്ത് ആ ത്രിഗുണങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. അപ്പോഴാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. അന്നേരം ഭഗവാൻ ആ നോക്കുന്ന സമയത്ത് തന്നെ ഭഗവാന്റെ ആ നോട്ടം കാലശക്തിയാണ്. ഭഗവാന്റെ കാലശക്തിയാണ് ആ നോട്ടം. അതുകൂടാതെ
ആ നോട്ടത്തിന്റെ അതേ സമയത്ത് തന്നെ ജീവാത്മാക്കൾ, അതായത് സൃഷ്ടിയുടെ ആരംഭഘട്ടത്തിൽ അതിനു മുമ്പേ, സൃഷ്ടിയെല്ലാം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ ജീവാത്മാക്കളാണോ ഭഗവാന്റെ ഉള്ളിൽ പ്രവേശിച്ചത്, ഭഗവാൻ പ്രകൃതിയെ നോക്കുന്ന സമയത്ത് ജീവാത്മാക്കൾ വീണ്ടും പ്രകൃതിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർമ്മഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്നാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലായിരുന്നുവെങ്കിൽ ഭൗതിക പ്രകൃതിയിൽ നിന്ന് നമ്മൾ മാറി ഭഗവാനിൽ പോയി ഇരിക്കുകയാണ്, ഭഗവാനെ തൊട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോക്ഷം ലഭിക്കണ്ടേ? മോക്ഷം ലഭിക്കുന്നില്ല. എന്തുകൊണ്ട്? നമുക്കിപ്പോഴും ഭൗതിക ആഗ്രഹങ്ങളുണ്ട്. ആ ഭൗതിക ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ, അതായത് പലതരത്തിലുള്ള പ്രളയമുണ്ട്. അതായത് ഒന്ന്, ഈ മന്വന്തരങ്ങൾ, ഒരു ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തിൽ ഓരോരോ മന്വന്തരങ്ങളുണ്ടല്ലോ, ഓരോരോ മനുക്കൾ വരും, 14 മനുക്കൾ വരും. ഓരോ മന്വന്തരം കഴിയുമ്പോഴും പ്രളയമുണ്ട്. ഇനി ഒരു കൽപ്പം കഴിയുമ്പോൾ പ്രളയമുണ്ട്. ഒരു കൽപ്പം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മദേവന്റെ ഒരു ദിവസം കഴിയുമ്പോൾ എല്ലാം പത്മനാഭനിൽ ലയിച്ചങ്ങ് ചേരും. അതിനുശേഷം വീണ്ടും ബ്രഹ്മദേവന്റെ അടുത്ത ദിവസം ആരംഭിക്കുമ്പോൾ ബ്രഹ്മദേവൻ വീണ്ടും സൃഷ്ടി ആരംഭിക്കുകയാണ്. ഇനി മൊത്തത്തിൽ എല്ലാ ബ്രഹ്മാണ്ടങ്ങളും കൂടെ ഭഗവാന്റെ ഉള്ളിൽ പോയി ലയിക്കും, മഹാവിഷ്ണുവിന്റെ ഉള്ളിൽ. അതാണ് ഏറ്റവും വലിയ പ്രളയം. അതായത് ഭഗവാൻ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ എല്ലാം കൂടെ അകത്ത് കയറിപ്പോകും, ഈ പ്രപഞ്ച സൃഷ്ടിയും ആത്മാവും ജീവാത്മാക്കളും എല്ലാം. എന്നിട്ട് ആത്മാക്കൾ ഭഗവാന്റെ ഉള്ളിൽ കയറും. എന്നിട്ട് ബ്രഹ്മാണ്ടങ്ങൾ മൊത്തത്തിൽ ഒരു പ്രകൃതിയായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ്, നിശ്ചലമായിട്ട് നിൽക്കും. എന്നിട്ട് ഭഗവാൻ വീണ്ടും സൃഷ്ടി ആരംഭിക്കാമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ പ്രകൃതിയെ ഒന്ന് നോക്കും. പ്രകൃതിയെ നോക്കുന്ന സമയത്ത് ഈ അകത്തിരിക്കുന്ന ജീവാത്മാക്കളെല്ലാം ആ പ്രധാനത്തിൽ പ്രവേശിക്കും. പ്രധാനം പിന്നെ മഹത്തത്വമായിട്ട് മാറും. പിന്നെ ഓരോ ജീവാത്മാക്കളുടെയും ആഗ്രഹങ്ങളും യോഗ്യതയും കർമ്മവും അനുസരിച്ച് അവരെല്ലാവരും, ചിലവർ ദേവന്മാരായി മാറുന്നു, ചിലവർ ജീവാത്മാക്കളായിട്ട് മാറുന്നു. എന്നിട്ട് അതിനനുസരിച്ചുള്ള ബ്രഹ്മാണ്ടങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ വീണ്ടും ബ്രഹ്മാണ്ടം വന്നു. എന്നിട്ട് ആ ബ്രഹ്മാണ്ടത്തിനകത്ത് എല്ലാ ജീവാത്മാക്കളും, അന്നേരം മഹാവിഷ്ണു പ്രകൃതിയെ നോക്കുന്ന സമയത്ത് എല്ലാ ജീവാത്മാക്കളും പ്രവേശിച്ചു. പക്ഷെ അവർ വീണ്ടും ഒരു ബ്രഹ്മാണ്ടത്തിനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ വീണ്ടും പരമാത്മാവ്, വീണ്ടും ഭഗവാൻ ഗർഭോദകശായ വിഷ്ണുവായിട്ട് കയറണം. അന്നേരം വീണ്ടും ഗർഭോദകശായ വിഷ്ണുവായിട്ട് കയറും. എന്നിട്ട് എല്ലാ ജീവാത്മാക്കളെയും ഗർഭത്തിൽ ധരിച്ചുകൊണ്ട് പത്മത്തിലൂടെ പുറത്തു കൊണ്ടുവരും. എന്നിട്ട് ബാക്കി ജീവാത്മാക്കളെല്ലാം താമരത്തണ്ടിനകത്തുണ്ടെന്നുള്ളത്. എന്നിട്ട് ബ്രഹ്മദേവൻ, താമരത്തണ്ടും ബ്രഹ്മദേവന്റെ ഉള്ളിലും ഏകദേശം ഒന്ന് തന്നെയാണ്. കാരണം താമരത്തണ്ടിൽ നിന്നാണ് ബ്രഹ്മദേവൻ വരുന്നത്. എന്നിട്ട് ആ താമരത്തണ്ടിൽ 14 ലോകങ്ങളുടെ സ്ട്രക്ചറും ഉണ്ട്, ജീവാത്മാക്കളും ഉണ്ട് ബ്രഹ്മദേവന്റെ ഉള്ളിലും. നമ്മൾ കേട്ടില്ലേ, ബ്രഹ്മദേവന്റെ ഓരോ ശരീരഭാഗത്തിൽ നിന്ന് ഓരോരോ ഋഷിമാർ വരുന്നത്. അതൊക്കെ എല്ലാ ജീവാത്മാക്കളും അതിനകത്തുണ്ട്. അതിനുശേഷം ബ്രഹ്മദേവൻ സൃഷ്ടി തുടങ്ങുമ്പോൾ ആ താമരത്തണ്ടിൽ നിന്ന് ഓരോ ലോകങ്ങളും ഓരോ ശരീരങ്ങളും ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്ന് തന്നെ വീണ്ടും ഓരോരോ സൃഷ്ടി നടന്ന് വീണ്ടും ജീവാത്മാക്കൾ എല്ലാവരും വരികയാണ്. ഇനി അവരവരുടെ ശരീരം ലഭിച്ചാൽ അതിനെ, ബ്രഹ്മാണ്ടത്തിന്റെ പ്രളയം സംഭവിക്കുന്ന എപ്പോഴാണ്? അത് ഭഗവാൻ ശ്വാസം അകത്തോട്ട് എടുക്കും. അത് നമുക്ക് എണ്ണാൻ പോലും പറ്റത്തില്ല. ബ്രഹ്മദേവന്റെ ഒരു ദിവസം തന്നെ കണ്ടില്ലേ, എത്രയോ, ഒരു 1000 ചതുർയുഗമാണ്. അത് നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്താണ് അത് കണക്കിലെടുക്കാൻ. അത് കാലാതീതമായിട്ടുള്ളൊരു സംഭവമാണ്. അന്നേരം ഏകദേശം ബ്രഹ്മദേവന്റെ ഒരു ആയുസ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മദേവന്റെ ഒരു ആയുസ് കഴിയുമ്പോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അടുത്ത ബ്രഹ്മദേവൻ വരണ്ടേ. അന്നേരം അടുത്ത ബ്രഹ്മദേവൻ വരണമെങ്കിൽ ആദ്യത്തെ ബ്രഹ്മദേവൻ പോകണം. അന്നേരം ബ്രഹ്മദേവന്റെ ഒരു 100 വർഷം കഴിയുമ്പോൾ, അന്നേരം ഒരേ സമയത്ത് എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും ബ്രഹ്മദേവന്റെ 100 വർഷം ആകുമ്പോഴായിരിക്കാം. അങ്ങനെ ആകാനാണ് സാധ്യത കൂടുതലും. കാരണം ആ സമയത്ത് ഭഗവാൻ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ എല്ലാം അകത്തോട്ട് കയറി പോവുകയാണ്. അന്നേരം അടുത്തത്, എല്ലാ ജീവാത്മാക്കൾക്കും പ്രത്യേകം സ്ഥാനങ്ങൾ കൊടുക്കുന്നു. ഉയർന്ന ലോകങ്ങൾ, താഴ്ന്ന ലോകങ്ങൾ, മധ്യലോകങ്ങൾ, ഓരോരോ ശരീരങ്ങൾ, പല 84 ദശലക്ഷം ജീവവർഗങ്ങളിലൂടെ ശരീരം ലഭിക്കുന്നു. എന്നിട്ട് ആ ശരീരത്തെ പ്രവർത്തിപ്പിക്കണമെങ്കിലും ഒരു മാതാജി ചോദിക്കുന്ന, യുഗങ്ങൾ തോറുമാണോ? ഇല്ലില്ല, ഒരിക്കലുമില്ല, യുഗങ്ങൾ തോറുമില്ല. അന്നേരം ഇത് കൂടാതെ ഓരോ ശരീരത്തിന്റെ ഉള്ളിലും ഭഗവാൻ വീണ്ടും പരമാത്മാവായിട്ട് പ്രവേശിക്കുകയാണ്. ആ പരമാത്മാവാണ് ക്ഷീരോദകശായ വിഷ്ണു.
ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന ഭഗവാൻ. അന്നേരം ഇതൊക്കെ എത്ര അമൂല്യമായിട്ടുള്ള അറിവുകളാണല്ലേ. ഇതെല്ലാം നമുക്ക് പ്രഭുപാജിയിലൂടെയും ഗുരു മഹാരാജിലൂടെയും ലഭിച്ചതാണ്. അത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. ഇന്നലെ ഒരു പ്രത്യേക ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു US കുറച്ച് ആൾക്കാരുമായിട്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ അവരുടെയൊക്കെ പെരുമാറ്റം കണ്ടിട്ട് ഒരു ക്ഷമിക്കണം, മലയാളിയാണോ അതോ അമേരിക്കക്കാരാണോ ഒന്ന് രണ്ടിലും സംശയമില്ല. ഇത്രയും നല്ല അമൂല്യമായിട്ടുള്ള ഒരു അവസരമാണ്, ഇത്രയും നല്ലൊരു ഭാഗ്യമാണ് നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം നമുക്ക് നൽകുന്നത്. പക്ഷേ പേരിന് സനാതനധർമ്മം ആചരിക്കുന്ന വ്യക്തികൾ എന്നുള്ള ഒരു എന്താ പറയുന്നേ, ഒരു മുഖമാണ് അവർ ധരിച്ചിരിക്കുന്ന എല്ലാവരും. പക്ഷെ താല്പര്യമില്ല തീരെ ഈശ്വരീയ കാര്യങ്ങൾക്കും അതിനുമൊക്കെ. നല്ല വിഷമമുണ്ടായി. കാരണം ഇത്രയും മൗല്യമായിട്ടുള്ള അറിവുകൾ നമുക്ക് നൽകാൻ സന്തോഷമേ ഉള്ളൂ. നമുക്ക് അതിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇത്രയും അമൂല്യമായിട്ടുള്ള അറിവുകൾ കൊടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടും അത് സ്വീകരിക്കാൻ താല്പര്യമില്ലാത്തപ്പോൾ നല്ല വിഷമമാണ്. എനിവേ, ഞാൻ അത് പറഞ്ഞതേ. അന്നേരം ഇത് അങ്ങനെ പരമാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുന്നുണ്ടാവും. നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ശരീരം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശരീരങ്ങളും പ്രവർത്തിപ്പിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാനാണ് ഇതിന്റെ എല്ലാ ആധാരം. എന്നിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിൽ? നമ്മുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ. അന്നേരം നമ്മുടെ ഈ ശരീരം, നമ്മൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും നമ്മുടെ ഈ ശരീരത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നത് ആരാ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഭഗവാന്റെ കണ്ണ് ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ആത്മാവല്ല കാണുന്നത്, സത്യം പറഞ്ഞാൽ ഭഗവാനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെവി കൊണ്ട് നമ്മളല്ല കേൾക്കുന്നത്, ഭഗവാനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ കൈകളാണ്. ഭഗവാന്റെ കൈകൾ ഭഗവാനാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? അന്നേരം ഇങ്ങനെ ഒരു മന്ത്രി പറയുന്ന മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, അത് തെറ്റായിട്ടുള്ള പഴഞ്ചൊല്ല. കാരണം അവര് മുറ്റത്തല്ലല്ലോ, അവര് അമേരിക്കയിലെ. പക്ഷെ സത്യം പറഞ്ഞ നമ്മുടെ നാട് ഇപ്പോഴും നല്ലതായിട്ടോ. അവരുമായിട്ട് 2 മിനിറ്റ് സംസാരിച്ചപ്പോഴേ മനസ്സിലായി ഇവര് എത്രയോ എന്താ പറയുന്നത്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പോലും ഇല്ലാതെ എന്തായിരിക്കും അവരുടെ ജീവിതം ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എനിക്ക് ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല, ഒരു വിഷമം അവരുടെ അവസ്ഥ കണ്ടിട്ട്. എന്നിട്ട് പ്രായത്തിൽ ഏകദേശം എന്നെക്കാട്ടിയും ഒരു 4-5 വയസ്സ് കുറവ്, എത്രയേ ഉള്ളൂ പ്രായം എല്ലാവർക്കും. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഇതോ നമ്മുടെ വലിയ ഭാഗ്യം, നമ്മുടെ ജീവിതം ഇങ്ങനെ അതപ്പതിച്ച് പോകുന്നതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ. അവരുടെ ജീവിതവും രക്ഷപ്പെട്ട ഗുരുവായൂരപ്പന്റെ കാരണം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്, അത്രയേ ഉള്ളൂ. എനിവേ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആ സ്വാതന്ത്ര്യം ഭഗവാൻ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഭഗവാന്റെ ആ ഒരു, അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും വാ കൊണ്ട് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്ന കൈകളും കാലുകളും ഇതെല്ലാം യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ. ഋഷികേഷ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നാഥൻ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശരീരങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും നാഥൻ, അതാണ് ഋഷികേഷ് എന്ന് പറയുന്നത്. അന്നേരം എല്ലാ കണ്ണുകളും ചെവിയും കൈകളും കാലുകളും എല്ലാം ഭഗവാന്റേതാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ആരെയാണ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞേ, ഒന്ന് ആലോചിച്ചു. നമ്മൾ കാണാൻ പാടില്ലാത്ത കാഴ്ച ഈ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ നമ്മൾ ഭഗവാനെ നിർബന്ധിപ്പിക്കുകയാണ് ആ കാഴ്ച കാണാൻ വേണ്ടി. ഒന്ന് ആലോചിച്ചു, എത്ര വലിയ ദ്രോഹം നമ്മൾ ഭഗവാനോട് ചെയ്യുന്നതെന്ന് ആലോചിച്ചു. ഈ ചെവി കൊണ്ട് നമ്മൾ ഓരോ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭഗവാനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ, ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ, വാ കൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരത്തെ ദുരുപയോഗം ചെയ്യരുത്. നമ്മൾ മനസ്സിലാക്കുക, ഈ ശരീരം ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയാണ്. ഇത് ഭഗവാനിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. നമ്മളിത് ചോദിച്ചു വാങ്ങിയതാണ്. എന്തിനു വേണ്ടി? ഈ ശരീരവും മനസ്സും എന്തിനു വേണ്ടിയാണ് നമ്മൾ ചോദിച്ചത്? നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥ ആസ്വാദനത്തിന് വേണ്ടി. പക്ഷെ ഇതേ ശരീരത്തെയും ഇതേ മനസ്സിനെയും ഭഗവാന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതം സാർത്ഥകമാവും.
അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നിരർത്ഥകമാവും. കാരണം നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ഈ മനസ്സല്ല, നമ്മൾ ആത്മാവാണ്. അന്നേരം ഞാൻ പല പ്രാവശ്യവും നൽകിയ ഉദാഹരണം, ഒരു വഴിയിൽ ഒരു പോക്കറ്റ്, ഒരു പേഴ്സ് നമ്മൾ കാണുകയാണെങ്കിൽ അതിൽ നിറച്ച് കാശുണ്ട്. ഒരു കർമ്മി എന്ത് ചെയ്യും? അതായത് ഇതാരുടെയാണെന്നൊന്നും ചിന്തിക്കാതെ ചില വ്യക്തി അതെടുത്ത് സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ചില വ്യക്തികൾ ഇതാരുടെയാണെന്ന് അന്വേഷിച്ച് ആ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ ചില വ്യക്തികൾ ഇത് എന്റേതല്ലെന്ന് പറഞ്ഞ് അവിടെ കളഞ്ഞിട്ട് പോകും. അന്നേരം അതാണ് കളഞ്ഞിട്ട് പോകുന്ന വ്യക്തികളാണ് യോഗികൾ. അതായത് ഈ ശരീരം എന്റേതല്ല, ഈ മനസ്സെന്റേതല്ല, ഇതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കും. പക്ഷെ എന്നിട്ടും പരിപൂർണതയിലേക്ക് എത്തത്തില്ല. പക്ഷെ ഈ ശരീരവും മനസ്സും ഭഗവാന്റേതാണ് എന്ന് മനസ്സിലാക്കി ഈ ശരീരത്തെയും മനസ്സിനെയും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തി മുക്താത്മാവാണ്. പക്ഷെ ഈ ശരീരവും മനസ്സും എന്റേതാണ്, ഞാനാണ് എന്ന് പറഞ്ഞ് എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്റെ ജീവിതം വെറുതെയായി. നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ പുനരഭിജനനം, പുനരഭിമരണം, അന്നേരം അങ്ങനെ വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ച് നമ്മൾ ഒരിക്കലും സംതൃപ്തി അടയാതെ ഇങ്ങനെ തന്നെ ജീവിച്ചു കൊണ്ടുവരും. ഇതാണ് നമ്മൾ ഇന്നത്തെ സത്സംഗത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, നമുക്കിനി അടുത്ത സത്സംഗത്തിൽ ചർച്ച ചെയ്യാം. ഇന്ന് ഉച്ചയ്ക്ക് നാരായണീയ മാക്സിമം ഞാൻ ശ്രമിക്കാം നാരായണി എടുക്കാൻ. കുറഞ്ഞ പക്ഷം വൈകിട്ട് മഹാഭാരതം എന്തായാലും നമുക്ക് എടുക്കാം കേട്ടോ. ഇന്ന് ഇപ്പൊ ഞാൻ കോഴിക്കോട് നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു മണിക്കൂറിനുള്ളിൽ ഗുരുവായൂരിലെത്തും കേട്ടോ. ഹരേ കൃഷ്ണ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ട് നമ്മുടെ സത്സംഗത്തുള്ള ഭക്തരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളൊക്കെ എത്രയോ ഗ്രേറ്റ് ആണ്. നിങ്ങളൊക്കെ എത്ര ആത്മാർത്ഥമായിട്ട് ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. തമ്മിൽ ഭേദം തൊമ്മൻ എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ യഥാർത്ഥത്തിൽ മഹാജനങ്ങളാണ്, ഒരു സംശയമില്ല. കാരണം ഇത്രയും തിരക്കിന്റെ ഇടയിലും നിങ്ങൾ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ, അതും ഒരു സൂം മീറ്റിംഗ് പോലും അല്ല, നമ്മളൊരു ഇൻഡയറക്ട്ലി ഫേസ്ബുക്കിലാണ് നമ്മളിത് കേൾക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇത്ര ആത്മാർത്ഥതയോടെ ഭഗവാനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു, കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ജന്മം ശ്രേഷ്ഠമാണ്, ഒരു സംശയവും വേണ്ട. നമ്മളെല്ലാവരുടെയും ജീവിതം രക്ഷപ്പെട്ടു എന്ന് പറയാം. പ്രഭുപാജിയുടെയും ഗുരു മഹാരാജിന്റെ കാരുണ്യത്താൽ, ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ നമുക്ക് ഭഗവാന്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. അതിനുള്ള ഒരു വഴിയെങ്കിലും തുറന്നു കിട്ടി. ഇനി നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മാത്രം മതി കേട്ടോ. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ശിവരാത്രി വരികയാണ്. നാട്ടില് 8-ാം തീയതിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന ശിവരാത്രി. ഞാൻ ഇപ്പോഴും അതിന്റെ കൺഫ്യൂഷനിലാണ്. പക്ഷെ ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യേണ്ടത് 9-ാം തീയതിയാണ്. അന്നേരം ഞാനൊന്ന് കൺഫേം ചെയ്യാം ഏത് ദിവസമാണ് നമ്മൾ യഥാർത്ഥത്തിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന്. ആക്ച്വലി 9-ാം തീയതിയാണ് വരുന്നത്. അന്നേരം 8-ാം തീയതി ആണെങ്കിലും 9-ാം തീയതി ആണെങ്കിലും ഡേറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ മാക്സിമം ഭക്തരും ആശ്രമത്തിൽ വരാൻ ശ്രമിക്കുക. എന്നിട്ട് രാത്രിയോളം നമുക്ക് കീർത്തനമൊക്കെ ചെയ്ത് മഹാദേവൻ നമുക്ക് വേണ്ടി കാളകൂട വിഷം കുടിച്ച ദിവസമാണ്. അന്നേരം ആ ഒരു ഉപകാരം നമ്മൾ ഒരിക്കലും മറക്കരുത്. നന്ദികേടായിരിക്കും അന്നത്തെ ദിവസം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ. എല്ലാ ദിവസവും ഉറങ്ങുമല്ലേ. പിന്നെ രാത്രിയോളം ഉറങ്ങാതിരുന്നിട്ട് രാവിലെ ഉറങ്ങുന്നത് അത്ര ശരിയല്ല. കുറഞ്ഞ പക്ഷം അങ്ങനെയെങ്കിലും ചെയ്യണം. പക്ഷെ പറ്റുമെങ്കിൽ ആ ഉറക്കത്തെ ത്യജിക്കാൻ ശ്രമിക്കുക. മഹാദേവനോടുള്ള ആ ഒരു കടപ്പാട്, ആ മഹാദേവൻ നമ്മുടെ ഗുരുവാണ്. ആ ഗുരുവിന്റെ കൃപാകടാക്ഷത്താൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ കഴിയണം. ധാമരക്ഷകനാണ്, രാസലീലയ്ക്ക് കാവലായിട്ട് നിൽക്കുന്ന ആളാണ്. എല്ലാം കൊണ്ടും മഹാദേവൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ശിവരാത്രി ദിവസം രാത്രിയോളം കീർത്തനം ചെയ്യാനൊക്കെ ശ്രമിക്കാം. കൃഷ്ണ. ഇനി നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. അതുകൊണ്ട് മാക്സിമം ഭക്തരും വരാൻ ശ്രമിക്കുക കേട്ടോ. ശിവരാത്രി ദിവസം ഗുരുവായൂർ വരാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമം. ഇവിടെ മഹാദേവന്റെ അഭിഷേകം നാട്ടിൽ ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഈ അവസരം ലഭിക്കത്തില്ല അല്ലേ. മഹാദേവന്റെ ശിവലിംഗത്തെ തൊടാൻ പോലും ഉള്ളൊരു ഭാഗ്യം ലഭിക്കത്തില്ല. ഇത് നമ്മുടെ ആശ്രമത്തിലുള്ള ശിവലിംഗം എന്ന് പറഞ്ഞാൽ മമ്മിയൂർ ക്ഷേത്രത്തിനകത്ത് വെച്ച് പൂജിച്ചതാണ്. അന്നേരം നിത്യവും ഇവിടെ അഭിഷേകം നടക്കുന്ന ഒരു ശിവലിംഗമാണ്. അന്നേരം ശിവരാത്രി ദിവസം നമുക്ക് ആശ്രമത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് പാലുകൊണ്ട് മഹാദേവന്റെ ശിവലിംഗത്തെ അഭിഷേകം ചെയ്യാനുള്ള മഹാസൗഭാഗ്യം ലഭിക്കും. 8-ാം തീയതി ആണോ 9-ാം തീയതി ആണോ എന്ന് ഞാൻ കൺഫേം ചെയ്യാം കേട്ടോ. കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം. മിക്കവാറും 8-ാം തീയതി തന്നെ നമുക്ക് ചെയ്യാം. കാരണം നാട്ടിലെല്ലാവരും 8-ാം തീയതി ആണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 8-ാം തീയതി തന്നെ സെലിബ്രേറ്റ് ചെയ്യാം. പക്ഷെ തിഥി അനുസരിച്ച് 9-ആണ്. സോ എനിക്ക് കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണമെന്ന് അറിച്ചൂടെ. അന്നേരം ഒന്നുകിൽ 8-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതി. അന്നേരം നാട്ടിലെല്ലാവരും 8-ാം തീയതിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ 8-ാം തീയതി തന്നെ ചെയ്യാം. സോ ഇപ്പോഴത്തെ ഇതനുസരിച്ച് മിക്കവാറും 8-ാം തീയതി ആയിരിക്കും കേട്ടോ. 8-ാം തീയതി രാത്രി എല്ലാവരും വേണം. പിന്നെ ഞായറാഴ്ചകൾ സത്സംഗം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്.
എല്ലാ ഞായറാഴ്ചകളിലും ഭക്തർ വരാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് തൃശ്ശൂർ, അങ്ങനെ കോഴിക്കോട്, അങ്ങനെയൊക്കെ മാക്സിമം ഭക്തരും വരാൻ ശ്രമിക്കുക. ഈ ഞായറാഴ്ച വരാൻ പറ്റില്ല, അടുത്ത ഞായറാഴ്ച, അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ശ്രമിക്കുക കേട്ടോ. ഹരേ കൃഷ്ണ. പക്ഷെ യഥാർത്ഥ തിഥി അനുസരിച്ച് ശിവരാത്രി 9-ാം തീയതിയാണ്. പക്ഷെ എന്നാലും നമുക്ക് 8-ാം തീയതി തന്നെ ചെയ്യാം കേട്ടോ. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.